അങ്ങനെ അത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം അത്ഭുതകരമായ ഒരു സൗഖ്യം ലഭിക്കുകയും അതിനുശേഷം എനിക്ക് ഒരു 3 വർഷത്തോളം മരുന്ന് ഞങ്ങൾ കഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവൻ ഇഴഞ്ഞാണ് പോവുക. ഈ ഇഴയുന്ന അവൻ്റെ ആ കാലുകളിലേക്ക് കർത്താവിൻ്റെ ബലം വരികയും അവരങ്ങനെ ശക്തി പ്രാപിച്ച് ഓടുകയും ചാടുകയും ഭയങ്കര സ്പോർട്സിലൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയൊക്കെ ആയിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഭാവനയിൽ കണ്ടിരുന്നു. 5-ാം ദിവസം രാത്രിയായപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെ വചനം മരുന്നാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മരുന്നായിട്ടൊരു വചനം തരണമെന്ന് ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒരു വചനം ഇങ്ങനെ തുറന്നു. നമ്മൾ ആദ്യം തന്നെ ഈ വചനം വിശ്വസിക്കണം. ഇത് ദൈവവചനമാണ്, ഇത് കർത്താവ് മനുഷ്യ മക്കൾക്കായി എഴുതിയ ലവ് ലെറ്ററാണ്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ വേണം കാണാൻ. അങ്ങനെ ഒരു ആംഗിളിൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിത് വളരെ താല്പര്യത്തോടെ എടുക്കാൻ പറ്റും. നമ്മൾ ആരും നമ്മുടെ വീടിൻ്റെ ഭിത്തിയിൽ ഒന്നും എഴുതാറില്ല. പ്രത്യേകിച്ച് നല്ല പെയിൻ്റ് അടിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്ന ഭിത്തികളിൽ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും എഴുതിയാൽ തന്നെ നമ്മൾ പലരും അസ്വസ്ഥമാകും. എന്നാൽ ഇന്ന് ഒരു പിതാവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. കുഞ്ഞുങ്ങളല്ല, അപ്പനാണ് ഭിത്തിയിൽ എഴുതുന്നത്. അപ്പനോട് ചേർന്ന് കുഞ്ഞുങ്ങളും എഴുതുകയാണ്. എഴുതുന്നത് വാക്കല്ല, വചനമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ജോഷിച്ചേട്ടൻ തന്നെ നമ്മളോട് പറയും. എൻ്റെ പേര് ജോഷി. ശ്രീകണ്ഠാപുരത്ത് കണിയാറവയിൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഭാര്യയും 5 മക്കളുമാണുള്ളത്. ഭാര്യയുടെ പേര് അനു. നമ്മളെ ഇടവകയിൽ കാറ്റഗിസം അധ്യാപകനാണ്. ഞാൻ ഒരു കുറച്ച് വർഷം അപ്പുറം വരെയും ഒരു വചനം പോലും നമുക്ക് അറിയില്ലായിരുന്നു. അഥവാ വചനോട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്തിനാ ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്നോ നമ്മുടെ ജീവിതത്തെ എടുത്തു മാറ്റുന്നൊന്നും നമുക്ക് അറിയില്ലാത്തൊരു കാലമായിരുന്നു. എന്നാൽ കുറച്ച് വർഷം അപ്പുറേ ഞാനിങ്ങനെ ഒരു ധ്യാനത്തിന് കൂടുമ്പോൾ അവിടെയുള്ള ധ്യാനത്തിലെ അച്ഛൻ മറ്റൊരു മനുഷ്യൻ്റെ സാക്ഷ്യം പറഞ്ഞു. അതൊരു ഹൈന്ദവനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ധാരാളം വചനങ്ങൾ കാണാതെ, അന്ന് എനിക്ക് തോന്നുന്ന ഒരു 10,000-15,000 വചനം അന്ന് അദ്ദേഹത്തിന് കാണാതെ അറിയായിരുന്നു എന്ന് ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ അതെന്നെ സ്പർശിച്ചു. ഒരു ഹൈന്ദവനായ മനുഷ്യന് 10,000-ലധികം ബൈബിളിലെ വചനങ്ങൾ കാണാൻ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ ആനന്ദവും സന്തോഷവും നിറഞ്ഞ് അദ്ദേഹം ജീവിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലന്നുണ്ടായി. വചനം പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് വചനം വീട്ടിൽ എഴുതാമെന്നൊരു പ്രേരണ നമുക്കന്നുണ്ടായി. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വചനം എഴുതി തുടങ്ങിയത്. നമ്മൾ ഈ വചനങ്ങൾ എഴുതി തുടങ്ങി. ഈ വചനങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുകയും നമ്മളെ ഓരോ ജീവിത മേഖലയിലും അത് ഇടപെടുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. ഈ വചനം നമ്മുടെ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹപൂർണ്ണമാക്കി. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വചനമാണ്. ഈ ഒരു വചനം വിശ്വസിച്ച് ഇത് സ്വീകരിച്ചിരിക്കുന്ന ഒരു 3 വർഷം ഒരു പീരീഡേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് വരെ നമുക്ക് ഒത്തിരി മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ സ്ഥിരമായ രോഗങ്ങൾ വരികയും ആശുപത്രി പോവുകയും മരുന്ന് വാങ്ങുകയും ഒക്കെ കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരിടയ്ക്ക് ഇങ്ങനെ എല്ലാവർക്കും ഈ പകർച്ചപ്പനി പോലെ പനികളൊക്കെ ഒന്നായി വന്ന് മുമ്പോൾ എൻ്റെ ഭാര്യ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഈ മരുന്ന് കൊടുത്ത് മടുത്തു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇതായിരുന്നു, കർത്താവേ, ഇതിനൊരു മാറ്റമാണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വചനം. അപ്പോൾ അങ്ങനെ അത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം അത്ഭുതകരമായ ഒരു വിടുതൽ സൗഖ്യം ലഭിക്കുകയും അതിനുശേഷം എനിക്ക് ഒരു 3 വർഷത്തോളം മരുന്ന് ഞങ്ങൾ കഴിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകേണ്ട വന്നിട്ടില്ല. ഹബക്കൂക്ക് 3:19 വചനം, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ബോധ്യങ്ങളൊക്കെ നൽകിയ ഒരു വചനമാണ്. അതായത് ഇപ്പം എനിക്ക് 5 മക്കളിൽ 4ാമത്തെ ആൾ ജേക്കബ്. അവന് 2-2.5 വയസ്സ് കഴിയുന്നോളം വരെ തന്നെ അവൻ നടക്കത്തില്ലായിരുന്നു. മറ്റ് സഹോദരൻ്റെ ഒരു കുഞ്ഞ്, എൻ്റെ മോനാണ് ആ കുഞ്ഞിനേക്കാളും എനിക്ക് തോന്നുന്ന ഒരു 9 മാസത്തോളം മൂത്ത കുട്ടിയാണ് ഇവൻ. അപ്പോൾ ഇവള് 1.5 വയസ്സ് ആയപ്പോൾ തൊട്ട് അവൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് സഹോദരൻ പറഞ്ഞു, ഇവനെന്താ നടക്കാത്ത, ഇവനെന്തോ കാര്യം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, നമുക്കൊന്ന് ഓർത്തോനെ കാണിക്കാം, അല്ലെങ്കിൽ ഒരു സർജനെ കാണിക്കാം. ഇങ്ങനെയൊക്കെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പുള്ളിയുടെ ഉത്കണ്ഠ പുള്ളി പങ്കുവച്ചിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വരികയും ഞാൻ ഈ വചനം പറഞ്ഞ് ആ ഒരു പ്രതിസന്ധിയെ നേരിടുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഭാവനയിൽ കാണും. അപ്പോൾ ഇവൻ ഇഴഞ്ഞാണ് പോവുക.
ഈ ഇഴയുന്ന അവൻ്റെ ആ കാലുകളിലേക്ക് കർത്താവിൻ്റെ ബലം വരികയും അവരങ്ങനെ ശക്തി പ്രാപിച്ച് ഓടുകയും ചാടുകയും ഭയങ്കര സ്പോർട്സിലൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയൊക്കെ ആയിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഭാവനയിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു 2-2.5 വയസ്സിനുള്ളിൽ തന്നെ അവൻ നടക്കാൻ തുടങ്ങി. ഇന്നിപ്പം ഞാൻ എന്താണോ അന്ന് ഭാവനയിൽ കണ്ടത് അതുപോലെ അവൻ നല്ല സ്പോർട്സിലും നല്ല ആക്റ്റീവായിട്ട് അവൻ നടക്കുന്നു. 2 കൊരിന്തോസ് 5:7 വചനം ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ വിശ്വാസത്താലാണ് നയിക്കപ്പെടുന്നത്, കാഴ്ചയാലല്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വചനമാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം പൊട്ടിത്തെറിക്കുകയും നിസ്സാര കാര്യത്തിനാണെങ്കിൽ പോലും അല്ലാതെ ഷൗട്ടൊക്കെ ചെയ്തിരുന്നതാണ്. അതുപോലെ എൻ്റെ വൈഫാണേലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെപ്പറ്റി അസ്വസ്ഥപ്പെടുകയും അങ്ങനെയൊക്കെ ഒരു ബലഹീനതകൾ നമുക്ക് ഉണ്ടായിരുന്നു. ഒരു കുറച്ച് ദിവസങ്ങൾക്കപ്പുറേ എൻ്റെ വൈഫിൻ്റെ പഴയൊരു മൊബൈൽ അവൾ നന്നാക്കി വെച്ചതാണ്. രാത്രിയിൽ മക്കൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് താഴെ വീണു, പൊട്ടി, ഇങ്ങനെ ഡിസ്പ്ലേ മുഴുവൻ പോയി. ഇത് പെട്ടെന്ന് അവൾ കണ്ടപ്പോൾ അവളിങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക് വെയിറ്റ് ചെയ്യ്, നമുക്ക് വിശ്വാസം പറയാം. കാരണം നമ്മൾ കാണുന്നത് പറയേണ്ടവരല്ല, നമുക്ക് വേണ്ടത് പറയേണ്ടതാണ്. അതാണല്ലോ വചനം പറയുന്നത്, വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. സൈറ്റ് എന്താണ്? കാണുന്നത് എന്താണ്? പൊട്ടി തകർന്ന ഡിസ്പ്ലേ പോയ 1500 രൂപ നഷ്ടപ്പെട്ട അവസ്ഥ. എന്നാൽ നമുക്കത് വിശ്വാസം പറഞ്ഞപ്പോൾ ഞാൻ അവിടെയും പറഞ്ഞതാണ്, കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആ വചനം ആ ഒരു പൊട്ടിപ്പോയ മൊബൈലിൽ നോക്കി പറഞ്ഞു, പിള്ളേരോടും പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവരെ വഴക്ക് പറയാതെ ഇങ്ങനെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അവരും നന്നായിട്ട് തന്നെ അത് വിശ്വസിച്ച് ഏറ്റെടുത്തു. ഏതായാലും ഞങ്ങൾ കടക്കാൻ പോയി. നേരം വെളുത്ത് ആ മൊബൈൽ നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു 90% ഡിസ്പ്ലേ ഓക്കെ ആയി. പിന്നെ ഒരു ചെറിയ വര മാത്രം ഒരു സൈഡിൽ മാത്രമല്ല, നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഒരു 3 വർഷം അപ്പുറേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ BP ഷൂട്ടപ്പ് ചെയ്യും. അപ്പം നമ്മൾ മരുന്നൊക്കെ ഡോസേജ് ഭയങ്കര കൂട്ടി കഴിയും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ബോഡി പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സാധാരണ എനിക്ക് BP ഷൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിലേക്ക് നമ്മൾ നല്ല ഫുൾ റെസ്റ്റ് എടുത്ത് മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പം മാറുന്നതാണ്. പക്ഷേ ആ പ്രാവശ്യം വന്നപ്പം ഇത് മാറുന്നേയില്ല. 3 അല്ല 4 അല്ല 5 ദിവസമായിട്ടും അത് നമുക്ക് ബാലൻസ് പോലും നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലൂടെയൊക്കെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. 5-ാം ദിവസം രാത്രിയായപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെ വചനം മരുന്നാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മരുന്നായിട്ടൊരു വചനം തരണമെന്ന് ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒരു വചനം ഇങ്ങനെ തുറന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഹെബ്രായ 1:3 തൻ്റെ ശക്തിയുടെ വചനത്താൽ അവനെല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. അപ്പോൾ എനിക്ക് ബോധ്യം കിട്ടി, അതാണ് എൻ്റെ മരുന്നെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ആ വചനം വിശ്വസിച്ചു. അപ്പോൾ ഞാനത് മറന്നു പോയിരിക്കാൻ വേണ്ടിയും അത് ഓർക്കാനും ഇടയ്ക്കിടയ്ക്ക് ഓർക്കാനൊക്കെ ഞാനത് ഒരു പേപ്പറിൽ എഴുതി എൻ്റെ കൊന്തയോട് ചേർത്ത്, എൻ്റെ ഹാർട്ടിൻ്റെ കൊന്ത നമ്മൾ അവിടെയാണല്ലോ വരുന്നത്, അപ്പോൾ ആ ഹാർട്ടിനോട് ചേർന്ന് ഇരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ അവിടെ വെച്ചു. പിറ്റേ ദിവസം നേരം വെളുപ്പം തന്നെ BP നോർമലായി. പിന്നെ കണ്ടതൊരു അത്ഭുതമായിരുന്നു. പിന്നെ ഞാനൊരു 10-30 ദിവസം കൂടി ഞാൻ മരുന്ന് കഴിക്കേണ്ടി വന്നു. പിന്നെ ഒരു കുഴപ്പമില്ല, മരുന്നില്ലാതെ ഒരു 3 വർഷത്തോളമായി ഞാനിങ്ങനെ ജീവിക്കുന്നു. പിശാചിനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവൻ അങ്ങനെ തരും ഇങ്ങനെ, നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചില ടീച്ചിങ്സും ചില ആളുകളുടെയൊക്കെ എക്സ്പീരിയൻസൊക്കെ നമ്മൾ കേട്ടതിൻ്റെ ഫലമായിട്ടായിരിക്കും. എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. എന്നാൽ അവിടെയും എനിക്ക് വചനം നമുക്ക് നല്ലൊരു മോചനം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലുള്ള ഈശോ ലോകത്തിലുള്ള തിന്മയുടെ ശക്തിയേക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യത്തിലങ്ങ് ഹൃദയത്തിലങ്ങ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒരു പേടിയില്ല. നിയമാവർത്തനത്തിൽ പറയുന്നുണ്ട്, ഈ വചനം നിൻ്റെ പടിവാതിലുകളിലും കട്ടിലപ്പടികളിലൊക്കെ നീ എഴുതണമെന്ന്, അത് നിൻ്റെ മക്കളെ പഠിപ്പിക്കണമെന്ന്. കുട്ടികൾക്കാണെങ്കിലും അത് കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കുന്നത്, അവർക്കാണെങ്കിലും എഴുതാനുള്ള താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരും അവരെ പറ്റുന്ന പോലെയൊക്കെ അവർ എഴുതിയിട്ടുണ്ട് വചനം. ചില സ്ഥലങ്ങളൊക്കെ കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഭാര്യയ്ക്കും പ്രേരണ കിട്ടിയ വചനം എഴുതണമെന്ന്. വീട്ടിൽ വന്ന ഗസ്റ്റുകളൊക്കെ ആണെങ്കിലും അവരാദ്യം തന്നെ ഒരു മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്താണ് ഇങ്ങനെ വചനം എഴുതിയത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ, അങ്ങനെയൊന്നും ആരും തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ സന്തോഷമാണ്. കുടുംബങ്ങളിൽ വചനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒത്തിരി മാറുന്നതായിട്ട് എൻ്റെ ജീവിതത്തിലും, അതുപോലെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ, ഞാൻ ഈ വചനവുമായി ബന്ധപ്പെട്ട വേറെയും എനിക്ക് 1-2 സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അതുപോലെ അവർ പറഞ്ഞ് കേട്ട ബോധ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ വചനം വിശ്വസിക്കണം. ഇത് ദൈവവചനമാണ്, ഇത് കർത്താവ് മനുഷ്യ മക്കൾക്കായി എഴുതിയ ലവ് ലെറ്ററാണ്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ വേണം കാണാൻ. അങ്ങനെ ഒരു ആംഗിളിൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിത് വളരെ താല്പര്യത്തോടെ എടുക്കാൻ പറ്റും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ബത്തേരിയിൽ ഒരു പള്ളിയിൽ നൈറ്റ് വിജിൽ കൂടിയപ്പോൾ അവിടുത്തെ അന്ന് നൈറ്റ് വിജിൽ എടുത്ത ഒരു സഹോദരൻ
പാട്ടിൻ്റെ രൂപത്തിൽ ബൈബിളിൽ 73 പുസ്തകങ്ങളും നിത്യസഹായ മാതാവേ എന്നുള്ള ഒരു ടോണിൽ പാടിയ പാട്ടിങ്ങനെയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഷോർട്ട് ഫോം ഉണ്ടല്ലോ ഫസ്റ്റ്. ഉൽപ്പപൂറ ലേവ്യ സംഖ്യ നിയജോഷാനായ റൂത്ത് സമു രാജ രാജ ദിനദീനായ സ്രാനേഹ തോബിയൂതി യസ്തേ മക്ക ജോബ് സംഗീ സുബ സഭൗത്ത ജ്ഞാനം പ്രേബ യശജേര വീല ബാരു യസദാനി ഹോസി ജോയെ അമോബായോ നാമിക നൗഹബ സേവ ഹഗ സക്കറിയ മലാക്കി മത്തെ മർക്കോലു കായോഹ അപ്പറോമ കോരി കോരി ഗലയഫെ ഫീലി കോളോ തെസ തീമോ തീമോ Tito file hebraico patra yoha yuda velibad. പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് ലൂക്ക 1:38 അമ്മ ഏറ്റുപറഞ്ഞപ്പോഴാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈശോയെ ലഭിച്ചത്. പരിശുദ്ധ അമ്മ വചനം വിശ്വസിച്ച് ആമേൻ പറഞ്ഞു, അത് സ്വീകരിച്ചു. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വചനത്തെ സംശയിക്കാതെ, നമ്മൾ ലോജിക്കലി ചിന്തിക്കാതെ അത് ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.